പ്രിൻസിപ്പിൾസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന സബ്ജക്റ്റിലെ സെക്ഷൻ കൺവല്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സെക്ഷൻ കൺവല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് ലോങ് സീക്വൻസസ് ആവുന്ന കേസിലാണ് സെക്ഷൻ കൺവല്യൂഷൻ യൂസ് ചെയ്യുന്നത്. സെക്ഷൻ കൺവല്യൂഷൻ്റെ അകത്ത് രണ്ട് മെത്തേഡ് വരുന്നുണ്ട്: ഓവർലാപ്പ് ആഡ് മെത്തേഡ്, ഓവർലാപ്പ് സേവ് മെത്തേഡ്. ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓവർലാപ്പ് ആഡ് മെത്തേഡ് എന്നാണ്. എങ്ങനെ നമുക്ക് ഓവർലാപ്പ് ആഡ് മെത്തേഡ് യൂസ് ചെയ്ത് കൺവല്യൂഷൻ നടത്തുന്നത് നോക്കാം. അപ്പം ലോങ് സീക്വൻസ് ആവുന്ന കേസിലാണ് നമ്മൾ സെക്ഷൻ കൺവല്യൂഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം ലോങ് സീക്വൻസിനെ നമ്മൾ സ്മോളർ സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ കുഞ്ഞ് സീക്വൻസസിന് നമ്മൾ കൺവല്യൂഷൻ നടത്തും. ഇനി അത് നമ്മൾ പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ അറേഞ്ച് ചെയ്ത് ആഡിങ് ആണെങ്കിൽ ആഡ് മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ ഓവർലാപ്പ് സേവ് മെത്തേഡ് ആണെങ്കിൽ ആ രീതിയിൽ നമ്മളതിനെ ഔട്ട്പുട്ട് സീക്വൻസ് എടുക്കും. അപ്പം ഇതാണ് സെക്ഷൻ കൺവല്യൂഷൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ ലോങ് സീക്വൻസിനെ കുഞ്ഞ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൺവല്യൂഷൻ നടത്തുക, നമ്മളതിനെ ഔട്ട്പുട്ട് സീക്വൻസിലേക്ക് എടുക്കാം. അപ്പം നമുക്കതിനെ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു: ഓവർലാപ്പ് ആഡ് മെത്തേഡ്, ഓവർലാപ്പ് സേവ് മെത്തേഡ്. അപ്പം ഓവർലാപ്പ് ആഡ് മെത്തേഡിൽ നമ്മുടെ ഇൻപുട്ട് സീക്വൻസിനെ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഇമ്പൾസ് റെസ്പോൺസിനെ എച്ച് ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യും. ഔട്ട്പുട്ട് സീക്വൻസ് വൈ ഓഫ് എൻ. ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെങ്ത്ത് എൽ എസ്, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ലെങ്ത്ത് എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. നമ്മുടെ ലോങ് സീക്വൻസ്, നമ്മുടെ ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെങ്ത്ത് ലോങ് ആണ്. അതിനെ നമ്മൾ കുഞ്ഞു സെക്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഡാറ്റാസ് നമ്മൾ അതിൽ നിന്ന് എടുക്കണം, നമ്മുടെ ഇൻപുട്ട് സീക്വൻസിൽ നിന്ന് എടുക്കണം. അതാണ് ക്യാപിറ്റൽ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് ന്യൂ ഡാറ്റ പോയിൻറ്റ്സ്. നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ എന്നാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ബ്ലോക്ക്, ന്യൂ സെക്ഷൻ ബ്ലോക്ക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ സെക്ഷൻ ബ്ലോക്കിൻ്റെ സൈസാണ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ എന്നിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് എം മൈനസ് 1 ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. പ്രൊസീജിയേഴ്സ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഇൻപുട്ട് സീക്വൻസിനെ നമ്മൾ ബ്ലോക്സ് ഓഫ് ഡാറ്റ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. പെർഫോം സർക്കുലർ കൺവല്യൂഷൻ ഓഫ് ഈച്ച് ബ്ലോക്സ് വിത്ത് ഇമ്പൾസ് റെസ്പോൺസ്. Arrange and add the convoluted results to get the final sequence. ഫസ്റ്റ് എക്സാമ്പിളാണ്. ഇൻപുട്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 2 -1 2 3 -2 -3 -1 1 1 2 -1 ആൻഡ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1 2 3. തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം എടുത്ത് നമുക്ക് ഓരോന്നിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പം ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെങ്ത്ത് 12 ആണ്. കാരണം 12 നമ്പർ ഓഫ് ഡാറ്റാസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇമ്പൾസ് റെസ്പോൺസിൻ്റെ അകത്ത് വരുന്ന ഡാറ്റയുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. സോ ക്യാപിറ്റൽ എം ഈക്വൽ ടു 3. നമ്മൾ എടുക്കാൻ പോകുന്ന ന്യൂ ഡാറ്റാസിൻ്റെ വാല്യൂ എൽ ഈക്വൽ ടു 3. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ബ്ലോക്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് എം മൈനസ് 1. അപ്പോൾ എൽ പ്ലസ് എം 3 + 3 - 1 6 - 1 ഈക്വൽ ടു 5. ദെൻ നെക്സ്റ്റ് വൺ ബ്ലോക്ക് ഡിവിഷൻ. ഒരു 3 സ്റ്റെപ്പിലാണ് നമ്മളിവിടെ കൺവല്യൂഷൻ നടത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ബ്ലോക്ക് ഡിവിഷൻ, സെക്കൻഡ് വൺ കൺവല്യൂഷൻ, ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറേഞ്ചിങ് ആൻഡ് ആഡിങ്. അത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് കിട്ടും, ഔട്ട്പുട്ട് സീക്വൻസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ബ്ലോക്ക് ഡിവിഷൻ. നമ്മൾ ബ്ലോക്ക് ഡിവിഷൻ നടത്തുമ്പോൾ നമ്മുടെ കിട്ടേണ്ട ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എൻ ആണ്. ഇവിടെ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് 5 ആണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന, നമ്മുടെ ഇൻപുട്ട് സീക്വൻസിൽ നിന്ന് എടുക്കാൻ പോകുന്ന ഡാറ്റാസിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. എൽ നമ്പർ ഓഫ് ഡാറ്റാസ് ആണ്, ന്യൂ ഡാറ്റാസ് ആണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് 3 ഡാറ്റാസ് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ എന്ന് എടുക്കാം. 1 2 -1. ദെൻ നമ്മുടെ സൈസ് 5 ആണ്. സോ നമ്മളവിടെ എന്ത് ചെയ്യണം, 2 സീറോസ് ആഡ് ചെയ്യാം. അപ്പോൾ 2 സീറോസ് ആഡ് ചെയ്തു. -1 കഴിഞ്ഞ് 2 സീറോസ് 0 0 ആഡ് ചെയ്തു.
അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത 3 ഡാറ്റ എടുക്കുക. അപ്പം നമ്മുടെ ഇവിടെ -1 വരെയാണ് എടുത്തത്. ഇനി അടുത്ത ഡാറ്റ എന്ന് പറയുമ്പോൾ 2 3 -2 കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 2 0 അവിടെ ആഡ് ചെയ്തു. ദെൻ എഗെയിൻ അടുത്ത ഡാറ്റ എടുക്കുക. അപ്പോൾ അടുത്ത ഡാറ്റ എന്ന് പറയുമ്പോൾ -3 -1 1 ഇവിടം വരെ എത്തി. ദെൻ 2 zeros ആഡ് ചെയ്ത് നമുക്കതിൻ്റെ സൈസ് എന്താക്കാം, 5ലേക്ക് കൊണ്ടുവരാം. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, 1 2 -1 എടുക്കാം, 2 zeros ആഡ് ചെയ്യാം, ഇൻപുട്ട് സീക്വൻസ് ലെങ്ത്ത് 5. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 4 ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് 3 വാല്യൂസേ ഉള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 5ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെ 5ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു, 2 zeros ആഡ് ചെയ്തു. സോ നമ്മൾ ഡിവൈഡ് ചെയ്ത എല്ലാ ബ്ലോക്കും 5 നമ്പേഴ്സ് ഉണ്ട്, ഇമ്പൾസ് റെസ്പോൺസും 5 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺവല്യൂഷൻ ചെയ്യാം. കൺവല്യൂഷൻ ഈക്വൽ നമ്പർ ഓഫ് ഡാറ്റാസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവല്യൂഷൻ നടത്താനുള്ള എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് സർക്കുലർ കൺവല്യൂഷനാണ്. സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറയുമ്പോൾ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ മെട്രിക്സ് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തണോ അതേപോലെ തന്നെ റോ ഇൻറ്റു കോളം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോയും കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ നമുക്കൊന്ന് നോക്കാം. 1 × 1 1 പ്ലസ് 0 × 2 0 പ്ലസ് 0 × 3 0 പ്ലസ് -1 × 0 0 പ്ലസ് 2 × 0 0. എല്ലാ ടേമും 0 ആണ്. സോ നമുക്കവിടെ എന്ത് കിട്ടും, 1 കിട്ടും. നമ്മുടെ ഫസ്റ്റ് ആൻസർ കറക്റ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് റോയും കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 1 2 പ്ലസ് 1 × 2 2 പ്ലസ് 0 × 3 0 പ്ലസ് 0 × 0 0 പ്ലസ് -1 × 0 0. ബാക്കി എല്ലാ ടേമും 0 ആണ്. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 4 കിട്ടി. ദെൻ അടുത്ത റോയും കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 1 -1 പ്ലസ് 2 × 2 4 പ്ലസ് 1 × 3 3 പ്ലസ് 0 × 0 0 പ്ലസ് 0 × 0 0. ഒന്ന് നോക്കി എത്ര ആൻസർ വരുന്നത്, -1 + 4 + 3 + 3 + 3 + 6. നമ്മുടെ തേർഡ് ആൻസർ +6 ആണ്. ദെൻ അടുത്ത നമുക്ക് നോക്കാം. 0 × 1 0 പ്ലസ് -1 × 2 -2 പ്ലസ് 2 × 3 6 പ്ലസ് 1 × 0 0 പ്ലസ് 0 × 0 0. നോക്കിയ ആൻസർ എത്ര കിട്ടും, -2 + 6 + 4. ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. 0 × 1 0 പ്ലസ് 0 × 2 0 പ്ലസ് -1 × 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3 പ്ലസ് 2 × 0 0 പ്ലസ് 1 × 0 0. സോ ആൻസർ -3. അപ്പം ഫസ്റ്റ് കൺവല്യൂഷൻ കഴിഞ്ഞു. സെക്കൻഡ് വൺ ആണ് y2 of n = x2 of n കൺവല്യൂഷൻ h of n. അപ്പോൾ നമ്മൾ ചെയ്തത് x1 of n ഉം h of n ഉം തമ്മിലുള്ള കൺവല്യൂഷനാണ് നമ്മൾ ചെയ്തത്. x1 of n ഉം h1 of n ഉം കൂടെ ഉള്ളതാണ് ചെയ്തത്. നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഏതാണ്, x2 of n ഉം h of n ഉം. അത് കഴിഞ്ഞ് x3 of n ഉം h of n ഉം. ദെൻ x4 of n h of n. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്തു പോകണം. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത x2 of n കൺവല്യൂഷൻ h of n ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സീക്വൻസ് y2 of n ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ x2 of n എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 2 3 -2 0 0 ആൻഡ് h of n = 1 2 3 0 0. സോ നമുക്ക് കൺവല്യൂഷൻ നടത്തി നോക്കാം. അപ്പോൾ കൺവല്യൂഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ സർക്കുലർ കൺവല്യൂഷനായിട്ടുള്ള മെട്രിക്സ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കുലർ കൺവല്യൂഷൻ്റെ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ അകത്ത് ഫോൾഡിങ് നടക്കുന്നതും ഷിഫ്റ്റിങ് നടക്കുന്നതും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതും അതേപോലെ തന്നെ അഡീഷൻ ഓപ്പറേഷൻ, ഈ 4 കാര്യങ്ങൾ ഈ സർക്കുലർ കൺവല്യൂഷൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത്രയും ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട്, ഈ 4 സ്റ്റെപ്സ്. അതൊക്കെ നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ എന്നുള്ള വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തും എന്നുള്ള മുന്നേ പറഞ്ഞ പോലെ തന്നെ റോ ഇൻറ്റു കോളം. 2 × 1 2 പ്ലസ്
0 into 2 0 plus 0 into 3 0 plus minus 2 into 0 0 plus 3 into 0 0. So answer 2. Then അടുത്തത് 3 into 1 3 plus 2 into 2 4 plus 0 into 0 0 plus 0 into 0 0 plus minus 2 into 0 0. So answer 7. Then third rowയും കോളം കൂടെ നോക്കാം. minus 2 into 1 minus 2 plus 3 into 2 6 plus 2 into 3 6. Then നോക്കിയേ ആൻസർ എത്ര കിട്ടും? 4 plus 6 10. നമ്മുടെ തേർഡ് ആൻസർ കറക്റ്റാണ്. Then 0 into 1 0 plus minus 2 into 2 minus 4 plus 3 into 3 9 plus 2 into 0 0 plus 0 into 0 0. നമുക്ക് ആൻസർ എത്ര കിട്ടും? +5. ദെൻ അതേപോലെ നമുക്ക് അടുത്ത് നോക്കാം. 0 into 1 0 plus 0 into 2 0 minus 2 into 3 minus 6 then 0 0. അപ്പോൾ -6 ആണ് ആൻസർ. നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൻ്റെയും കൺവല്യൂഷൻ നടത്തിയ ഡാറ്റ നമുക്ക് കിട്ടി. y2 of n equal to 2 7 10 5 -6. നെക്സ്റ്റ് വൺ y3 of n equal to x3 of n കൺവല്യൂഷൻ h of n. ഇതേപോലെ നമുക്ക് ചെയ്യാമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, രണ്ടെണ്ണം പറഞ്ഞു എങ്ങനെ സർക്കുലർ കൺവല്യൂഷൻ നടത്താമെന്നുള്ളത്. സാധാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചെയ്ത് നോക്കുക, ആൻസർ ഇത് കിട്ടും. അതേപോലെ y4 of n ഇതേപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ സർക്കുലർ കൺവല്യൂഷനാണ്. അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ദെൻ നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള അറേഞ്ചിങ് ആൻഡ് ആഡിങ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് നമ്മളിപ്പോൾ കൺവല്യൂഷൻ നടത്തി കഴിഞ്ഞ് y1 of n equal to 1 4 6 4 -3 എന്ന് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള അറേഞ്ചിങ് ആൻഡ് ആഡിങ് അതിലേക്ക് നമ്മൾ എടുത്തെഴുതുക 1 4 6 4 -3. ദെൻ നമ്മുടെ y2 of n എന്ന് പറയുന്ന വാല്യൂ ആണ് 2 7 10 5 -6. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതാം. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുത്ത ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് നമ്മളെടുത്തത് 3 ഡാറ്റാസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ 3 എഴുതി കഴിഞ്ഞ് അടുത്ത 2 താഴെയാണ് നമ്മൾ അടുത്ത y2 of n വാല്യൂ നമ്മൾ എഴുതിയിട്ടുള്ളത്, അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത്. 2 നമ്മളവിടെ സീറോസ് ആയിരുന്നു നമ്മൾ ഓരോ ബ്ലോക്കിൽ നമ്മൾ ആഡ് ചെയ്തിരുന്നത്. L ഡാറ്റ പോയിൻറ്റ്സ് ആണ്, ന്യൂ ഡാറ്റ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇൻപുട്ട് സീക്വൻസിന് എടുത്തത്. അത്രയും ഡാറ്റ പോയിൻറ്റ്സ് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്ത 2 നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് തൊട്ട് താഴെയാണ് y2 of n നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയത്. എഗെയിൻ നമ്മുടെ y3 of n എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? -3 -7 -10 -1 3. അതെന്ത് ചെയ്യുക? നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. അറേഞ്ച് ചെയ്ത് എഴുതുമ്പം തൊട്ട് താഴെ സെക്കൻഡ് സീക്വൻസിൻ്റെ ഔട്ട്പുട്ട് സീക്വൻസിൻ്റെ ലാസ്റ്റ് 2 വാല്യൂസിൻ്റെ തൊട്ട് താഴെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. -3 -7 -10 -1 3. നമ്മുടെ y4 of n എന്ന് പറയുന്ന വാല്യൂസാണ് 1 4 6 4 -3 എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എഴുതുക. പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 2 വാല്യൂസിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 4 6 4 -3 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറേഞ്ചിങ് എന്ന പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ആഡിങ് ആണ്. ഈ ഓരോ ഡാറ്റാസിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 4 6 നമുക്ക് അതേപോലെ തന്നെ അങ്ങ് എടുത്തെഴുതാം. ഏതിൻ്റെയൊക്കെ ഡാറ്റാസിൻ്റെ താഴെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയേ 4ഉം 2ഉം 4ന് താഴെയാണ് നമ്മൾ 2 എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 6 കിട്ടും. അപ്പോൾ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് 6 കിട്ടി. എഗെയിൻ -3ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അത് നമ്മൾ അടുത്ത ഡാറ്റ എന്ന് പറയുന്ന 4 ആണ്. ദെൻ എഗെയിൻ 10 ആണ് പിന്നെ ഇവിടെ വരുന്നത്. ആ 10 നമ്മൾ അതേപോലെ എടുത്തെഴുതാം. ദെൻ അടുത്ത 2 ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യാം. 5ഉം -3ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഏത് കിട്ടും? 2 കിട്ടും. -6ഉം -7ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? -13 കിട്ടും. ദെൻ -10ൻ്റെ താഴേക്ക് വേറെ വാല്യൂസ് ഒന്നും വരുന്നില്ല, സോ നമ്മൾ അതുപോലെ എടുത്തെഴുതി. ദെൻ -1 + 1 ആഡ് ചെയ്യുമ്പം 0.
3 + 4 7, ദെൻ 6 അതേപോലെ എടുത്തെഴുതുക, 4 - 3, കാരണം അതിൻ്റെ താഴേക്കൊന്നും വേറെ വാല്യൂസ് വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അഡീഷനും കഴിഞ്ഞു. അപ്പോൾ അറേഞ്ചിങ്ങും അഡീഷനും ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ആണ് നമ്മുടെ കൺവല്യൂഷൻ നടത്തി കഴിഞ്ഞ് നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് y of n = 1 4 6 6 4 10 2 - 13 -10 0 7 6 4 - 3 ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർലാപ്പ് ആഡ് മെത്തേഡ് പ്രകാരം ലോങ് സീക്വൻസസിന് കൺവല്യൂഷൻ നടത്തുന്നത്. അപ്പം നമ്മൾ 3 സ്റ്റെപ്പാണ് പറഞ്ഞത് ഓവർലാപ്പ് ആഡ് മെത്തേഡിൻ്റെ അകത്ത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡിവിഷൻ. നമുക്ക് നമ്മുടെ ഇൻപുട്ട് സീക്വൻസും ഇമ്പൾസ് റെസ്പോൺസും നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് ഡിവിഷൻ നടത്തും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പാണ് ഓവർലാപ്പ് ആഡ് മെത്തേഡിൻ്റെ അകത്ത് വരുന്നത് കൺവല്യൂഷൻ, സർക്കുലർ കൺവല്യൂഷൻ നടത്താം. നമ്മുടെ ഓരോ സ്മോളർ സീക്വൻസസിനെയും ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് സർക്കുലർ കൺവല്യൂഷൻ നടത്താം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് സീക്വൻസസിനെ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ആഡ് ചെയ്യും. ദെൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് ആണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. x of n = 1 - 1 2 - 2 3 - 3 4 - 4 ആൻഡ് h of n = -1 1. ഈ എക്സാമ്പിൾ 1 ചെയ്ത പോലെ എക്സാമ്പിൾ 2 ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത്രയും ഈ വീഡിയോയ്ക്കകത്ത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.